വ്യവസ്ഥയില്ല. ലൈസൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് 4 മണിക്ക് ഷോ ടൈം വെച്ചിട്ട് ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചത് എങ്ങനെ ഇവിടെ 5 മണിക്ക് ഇവർക്ക് ഷോ ചെയ്യാൻ പറ്റുമോ? അതിനിവിടെ നിയമമുണ്ടോ? പടത്തിൻ്റെ കാര്യത്തിനപ്പുറം ഇവിടെ ഇതിന് നിയമമുണ്ടെങ്കിൽ ആരൊക്കെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സഹായിക്കണം. കാരണം ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ വരുന്നതാണ്. ഇത് പറയണം. പടം ഈ പറഞ്ഞ ഹൈപ്പിനുള്ള പടമൊന്നുമില്ല, വലിയ മഹാ സംഭവമൊന്നുമല്ല പടം. വെറും വാദം, അപരാധം. അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ₹1 ഇട്ടരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് വെൽക്കം. കങ്കുവ, നമ്മുടെ സൂര്യണ്ണന്റെ ഇന്ന് റിലീസായ പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പടത്തിന്റെ റിവ്യൂ എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ചുമ്മാ കാണാത്ത പടത്തിനെ പറ്റി നാട്ടുകാർ പറയുന്നത് കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറ്റത്തരമായി പോവും. അതുകൊണ്ട് ആ പരിപാടി ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് രാവിലെ ഈ പടം റിലീസായി. ഒരുപാട് ആളുകൾ രാവിലെ 4 മണിക്കത്തെ 5 മണിക്കത്തെ ഒക്കെ ഷോ പോയി കണ്ടു. നമ്മുടെ റിവ്യൂ ചേട്ടന്മാരും ഈ മലയാളം പടമൊക്കെ അതുപോലെ തന്നെ തമിഴ് പടം എല്ലാം റിവ്യൂ ചെയ്യുന്ന റിവ്യൂവേഴ്സ് ചേട്ടന്മാരൊക്കെ പോയി പടം കണ്ടിട്ട് റിവ്യൂ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോക്കണ്ണന്റെ റിവ്യൂ കണ്ടു. നല്ല മലങ്കൾട്ട് ഊക്ക് റിവ്യൂ, നല്ല കനച്ച കീറി വെച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ എന്തായാലും അതിനകത്ത്. അപ്പൊ കുറച്ചേ ഞാൻ കണ്ടുള്ളൂ, ബാക്കി കാണണ്ടാന്ന് വെച്ചു. ഉണ്ണി വ്ലോഗണ്ണന്റെ കണ്ടു. ഉണ്ണി വ്ലോഗണ്ണനും പച്ച കീറി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് തിയേറ്റർ റെസ്പോൺസ്. അതായത് റിവ്യൂസ് പറയുന്ന മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടെ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് കൂടി ഒന്ന് അറിയണമല്ലോ. അപ്പൊ റിവ്യൂ ഒക്കെ ഈ തിയേറ്റർ റെസ്പോൺസ്, റിവ്യൂ അല്ല തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു. അവിടെയും എന്നെ നിരാശപ്പെടുത്തി. ആൾക്കാരെല്ലാം വലിച്ചു കീറി ഒട്ടിച്ചിട്ട് ഇറങ്ങി പോകുന്നത് തിയേറ്ററിൽ നിന്ന്. കാരണം അത്രയും മൂക്കാണ് ഈ പടത്തിന് കൊടുക്കുന്നത് നാട്ടുകാർ. ഞാൻ ഈ അടുത്തൊന്നും ഒരു സിനിമയ്ക്കും ഇത്രയും നെഗറ്റീവ് റെസ്പോൺസ് നാട്ടുകാരിൽ നിന്ന് വന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഒന്നെങ്കിൽ പടം നല്ലതാന്ന് പറയും, ഇല്ലെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ ഒക്കെയാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഈ പടത്തിന് മോനെ എന്തൊക്കെയായിരുന്നു. മറ്റേ സൂര്യണ്ണൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു, കൊച്ചിയിൽ പറന്നിറങ്ങുന്നു, ഓടി നടന്ന് പ്രൊമോഷൻ, ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പടം ഈസ് ഗോയിങ് ടു ബി എ മാസീവ് ഹിറ്റ് എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ വട്ടത്തിൽ മൂഞ്ചിയ അവസ്ഥയാണ് പടത്തിന്. അപ്പം കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ അതിലേക്ക് വരുന്നില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് ഇന്ന് രാവിലെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചാനലിൽ വന്ന റെസ്പോൺസ്, ഒരു വ്യക്തി ആ പടത്തിനെ പറ്റിയും പറയുന്നുണ്ട്. അത് കൂടാതെ ഇന്ന് രാവിലെ സിനിമ കാണാൻ അദ്ദേഹം ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടാണ് പോയത്. ആ മോൻ ഭയങ്കര വലിയൊരു ഫാനാണ് സൂര്യയുടെ. എന്നെ പോലെ ഞാൻ വലിയൊരു ഫാനൊക്കെ തന്നെയാണ്. എനിക്ക് സൂര്യ വിജയും ഞാൻ എല്ലാവരുടെയും ഫാനാണ്. എനിക്ക് ഇഷ്ടമാണ് രണ്ടുപേരെയും. അപ്പൊ എന്താണെങ്കിലും ഈ വ്യക്തി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ ഒരു തിയേറ്ററിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. അധികം ആരും ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. തിയേറ്ററുകളിൽ നിന്ന് മോശാനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. തിയേറ്ററിൽ നമ്മുടെ എറണാകുളത്തെ സിനിപോൾസിൽ തന്നെ പോയിട്ട് പടം കറക്റ്റ് ടൈമിൽ 3D ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3D ഇല്ല 2D ഉള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ARM സിനിമയ്ക്കൊക്കെ. ഇത് അതൊന്നും അല്ല, ഇത് അതിനേക്കാട്ടിലും വലിയൊരു വൃത്തികേടാണ് ഒരു തിയേറ്റർ ഈ ഒരു ചേട്ടനോട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ആ ക്ലിപ്പ് കാണൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒരു 2 മിനിറ്റ് സമയം തരും എനിക്ക്. പടം ഈ പറഞ്ഞ ഹൈപ്പിനുള്ള പടമൊന്നുമില്ല, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം പറയാനുള്ള കാരണം ഇത് ക്യാമറയിൽ കാണണം. ഇതിൽ ഷോ ടൈം വെച്ചിരിക്കുന്നത് 4 AM ആണ്. 4 AM ആണ് ഷോ ടൈം വെച്ചിരിക്കുന്നത്. ഇവിടെ ഷോ ചെയ്തത് 5 മണിക്കാണ്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. 4 മണിക്ക് സൂര്യയുടെ ഫാൻ ആയതുകൊണ്ട് 4 മണിക്ക്. അപ്പോൾ എൻ്റെ 1 മണിക്കൂറിന് ഈ ഡിസ്ട്രിബ്യൂട്ടറും ഈ തിയേറ്ററുകാരും ലൈസൻസ് കിട്ടിയില്ലെന്ന് പറയണം. ലൈസൻസ് കിട്ടാതെ ഇവർക്ക് ഷോ ടൈം എങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്ത് ഇന്നലെ പൈസ ഞങ്ങളുടെ അടുത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും? ഇതിനിവിടെ നിയമമില്ല, വ്യവസ്ഥയില്ല. ലൈസൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് 4 മണിക്ക് ഷോ ടൈം വെച്ചിട്ട് ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചത് എങ്ങനെ ഇവിടെ 5 മണിക്ക് ഇവർക്ക് ഷോ ചെയ്യാൻ പറ്റുമോ? അതിനിവിടെ നിയമമുണ്ടോ? പടത്തിൻ്റെ കാര്യത്തിനപ്പുറം ഇവിടെ ഇതിന് നിയമമുണ്ടെങ്കിൽ ആരൊക്കെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സഹായിക്കണം. കാരണം ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ വരുന്നതാണ്. ഇത് പറയണം. പടം ഈ പറഞ്ഞ ഹൈപ്പിനുള്ള പടമൊന്നുമില്ല, വലിയ മഹാ സംഭവമൊന്നുമല്ല പടം. വെറും വാദം, അപരാധം. അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ₹1 ഇട്ടരുത്. പ്രാഗിട്ടൊക്കെയാ എന്റെ പൊന്നു നിർമ്മാതാവേ നിങ്ങളുടെ പടം കണ്ടിട്ട് ഇവിടെ കേരളത്തിൽ മലയാളികൾ ഇറങ്ങി പോകുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പടത്തിലേക്ക് ഒരുപാട് പറയുന്നില്ല. നാട്ടുകാർ പക്ഷെ എല്ലാരും പറയുന്നത് എന്താന്ന് കേട്ടല്ലോ, അത് പോട്ടെ, ലീവ് ഇറ്റ്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കേസ്, രാവിലെ 4 മണിക്ക് പടം തുടങ്ങുമെന്ന് പറഞ്ഞ് തലേദിവസം എന്തോ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. 4 മണിക്ക് ഷോ തുടങ്ങുമെന്നും പറഞ്ഞ് അവിടെ ചെന്നിട്ട് 1 മണിക്കൂറാണ് കാശും കൊടുത്ത് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ആ ഒരു നായകനോടുള്ള ഇഷ്ടം കൊണ്ട് കാണാൻ ചെന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവമാണ് ഉണ്ടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
തിയേറ്ററുകാരുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. നിങ്ങൾക്ക് നേരത്തെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കായിരുന്നു. അല്ലാതെ പടം തുടങ്ങുന്ന ദിവസം രാവിലെ അല്ല ഇത് ചെയ്യാൻ നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഇത് പ്രോപ്പർ ആയിട്ട്. പിന്നെ ഈ തിയേറ്റർ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തായാലും എറണാകുളം വനിതാ വനിത ഒന്നും അല്ല. അവിടെ ഇങ്ങനത്തെ പരിപാടികൾ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് വനിതാ വനിതയിൽ ഇതുവരെയായിട്ടും അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സിനിപോൾസിൽ ഞാൻ പറഞ്ഞല്ലോ ഇതേ കണക്ക് 3D എന്തിനാ ഇവര് പിന്നെ 3D എന്നൊക്കെ പറഞ്ഞ് ഇടുന്നത്? 3D ഇല്ലെങ്കിൽ 3D കൊടുക്കരുത്. ഈ ഓൺലൈനിൽ ഇവരത് കൊടുക്കാൻ നേരത്ത് ഈ ബുക്ക് മൈ ഷോയിലാണെങ്കിലും അവർക്ക് ഇല്ലാത്ത സാധനം അവർ കൊടുക്കാൻ പോകരുത്. 3D എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ 3D ഇല്ല, 2D മാത്രമേ ഉള്ളൂ. എന്ത് പരിപാടിയാണ് ഇത്? അതേപോലെ തന്നെ ഈ ചേട്ടന്റെ ഈ ഒരു അവസ്ഥ. 4 മണിക്ക് നിങ്ങൾ ടിക്കറ്റ് പടം 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 4:30-ക്കെങ്കിലും തുടങ്ങാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് കഴിഞ്ഞു ഒക്കെ ഇങ്ങനെ പോസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ടൊരു പരിപാടിയാണ്. അത് തിയേറ്ററുകാർക്ക് അത് മനസ്സിലാക്കി നേരത്തെ എല്ലാം സെറ്റ് ചെയ്യും. നിങ്ങളുടെ പ്രൊജക്ടർ വർക്കാണോ ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് ഇതുപോലൊരു നായകന്റെ പടം 4 മണിക്ക് ആളുകൾ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ കുത്തിക്കേറി കാണാൻ വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് തലേ ദിവസം അതെല്ലാം നോക്കണം. നിങ്ങളുടെ പ്രൊജക്ടർ വർക്കിംഗ് ആണോ, പടത്തിന്റെ രാവിലെ 4 മണിക്ക് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ തിയേറ്ററുകാരുടെ ഭാഗത്ത് മാത്രമുള്ള മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് ഈ മാസം അല്ലെങ്കിൽ വർഷം ഓരോരോ ചാർജ് കൂട്ടുന്നതിനൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ രാവിലെ ടിക്കറ്റ് എടുത്ത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വൃത്തികേട് ജനങ്ങളോട് ചെയ്യുന്നത് കരണ്ട് പോയി. സത്യം, ജനങ്ങളോട് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രീതിയിലും ഇവിടുത്തെ തിയേറ്ററുകാർ, ഏത് തിയേറ്ററാന്ന് അറിയത്തില്ല, അറിഞ്ഞായിരുന്നെങ്കിൽ 2 തെറിയും കൂടെ പറയായിരുന്നു. എന്താണെങ്കിലും ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഇനിയും ഈ പടത്തിന്റെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് പടം കഴിഞ്ഞിറങ്ങി ഒരു വ്യക്തി ഈ പടത്തിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കാട്ടവരാത പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാത പടം. ഇതുപോലൊരു മലങ്ങളുടെ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തരം നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല, പടം ഒന്നുമില്ല. പിന്നെ സൂര്യാന്തരം നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ആർക്കെങ്കിലും ടിക്കറ്റ് മറിച്ച് വിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയ സന്തോഷം. അറിയാതെ പോലെ ഈ പരിസരത്ത് വരുന്നത് കാട്ടവരാതെ. എവിടെയാണ് പാളിപ്പോയത്? 2.5 വർഷം 300 കോടി എല്ലാം പോയി, വെള്ളത്തിലായി. 300 കോടി വെള്ളത്തിന് മാത്രമല്ല, നമ്മൾ ഉറക്കം വെള്ളത്തിലായി. അതുകൊണ്ട് ആരും പടത്തിന് കാണാൻ വരരുത് ദൈവീയത്. സൂര്യക്ക് വേണ്ടിട്ട് വേണേ ഒരു പ്രാവശ്യം എല്ലാവരും കണ്ടോ, അല്ലാതെ പടം കാണാൻ വരരുത്. എക്സ്പീരിയൻസ് ഉണ്ടോ? 3D ഉള്ളതുകൊണ്ട് അതിലെ VFXന്റെ കുറവുകൾ അറിയാതെ പോയെന്ന് കുറച്ച് വേണേ പറയാം. അതുപോലെ അവരാതെ പടം അല്ലെങ്കിൽ ശിവയുടെ പടം എങ്ങനെയായിരിക്കും അറിയാമായിരുന്നു. പിന്നെ സൂര്യക്ക് വേണ്ടി വന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ അവരാതെ പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല സത്യം. ആ മനുഷ്യനെ കൂടെ വരി ഇല്ലാതാക്കി. ഇനി ഇതിന്റെ പാർട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ പോലെ അനാഥാലയത്തിൽ കൊടുത്താൽ പിള്ളേർ രക്ഷപ്പെടും. അപ്പോ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ്. നല്ല പ്രോപ്പർ ആയിട്ട് ആ പയ്യൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഥയും മാങ്ങ ഒരു തേങ്ങയില്ല, ഡയറക്ഷനും കൊള്ളത്തില്ല. പിന്നെ 3D മാത്രം ഇച്ചിരി കൊള്ളാം. അത് ആ 3D ഉള്ളത് കൊണ്ട് പടത്തിന്റെ VFXന്റെ പോരായ്മകളൊക്കെ അങ്ങ് മാറിപ്പോകും എന്നൊക്കെയാണ് ആ പയ്യൻ പറയുന്നത്. എന്താണെങ്കിലും മൊത്തത്തിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ പോയി ഇന്നത്തെ തിയേറ്റർ റെസ്പോൺസ് കണ്ടാൽ തന്നെ, റിവ്യൂ ഒന്നും കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ, കോക്കണ്ണന്റെ ഒക്കെ റിവ്യൂ നല്ല ഗ്രൻഡ് റിവ്യൂ. രാവിലെ മറ്റേ കഴുത്തെ കൂടെ വരുന്നൊക്കെ ചുറ്റി കോക്കണ്ണൻ ഇരിപ്പുണ്ട് അവിടെ. എന്തായാലും മൊത്തത്തില് പടം. പിന്നെ ആ പയ്യൻ പറഞ്ഞ കണക്ക് തന്നെ സൂര്യ ഇഷ്ടമുള്ള ആളുകൾക്ക് പോയി പടം കാണാം. എനിക്കും സൂര്യ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നൊന്നും പോയി എനിക്ക് കാണാൻ എന്തായാലും വയ്യ. 2 ദിവസം വല്ലതും കഴിഞ്ഞിട്ട് നോക്കട്ടെ, പറ്റിയാ പോയി ഒന്ന് കാണാടിയാ പുള്ളിക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു തിയേറ്ററുകാരുടെ ഈ വൃത്തികെട്ട പരിപാടി, ജനങ്ങളെ വെറുതെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും തിയേറ്ററുകാർ നിർത്തണം. ഇല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നല്ല ഇടി കിട്ടും. ആരെങ്കിലും ഒക്കെ കയറി പഞ്ഞിക്കിടും, മറ്റേ സ്ക്രീനും എല്ലാം വലിച്ചു കീറും. പിന്നെ ജനങ്ങൾ മറ്റേ കയറി സ്ക്രീൻ വലിച്ചു കീറി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അഞ്ചത്ത് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആരാണെങ്കിലും വെളുപ്പിനെ 4 മണിക്കൊക്കെ ഉറങ്ങാതെ നമ്മൾ പോയി ഇരിക്കുക പടം കാണാൻ. അപ്പോഴും അവന്മാര് പോസ്റ്റ് അടിപ്പിക്കുക ഇരുത്തി, ലൈസൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ്. നേരത്തെ ഇതൊക്കെ സെറ്റാക്കി വെക്കാത്തത് നിങ്ങളുടെ പോരായ്മയാ. അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷനോട് സംസാരിക്കണം. ചിലപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അത് അറിയില്ല, ചിലപ്പോൾ പടം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. അതൊക്കെ മാറ്റി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പറയുന്ന സമയത്ത് പടം കളിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച്, നിർമ്മാതാക്കളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് അത് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ മച്ചാമാരെ വലിച്ച് കീറും നിങ്ങളുടെ തിയേറ്ററൊക്കെ. ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇതെന്റെ അഭിപ്രായം. പടം കണ്ടവരും പടം കാണാത്തവരും ഒക്കെ ഈ തിയേറ്ററിന്റെ ബേസിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. പിന്നെ പടം കണ്ടവരും ഒന്ന് പറ കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറ. കുറച്ച് ആളുകൾ അറിയട്ടെ ഇതിനകത്തൂടെ എങ്ങനെയാണ് പടം പോകുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.